പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മൾ വായിച്ച ഭാഗം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ദൈവവചനമാണിത്. ഒരു കാര്യത്തിൽ പറഞ്ഞാൽ പുതിയ നിയമസഭയുടെ എങ്ങനെ പുതിയ നിയമ ചർച്ച് ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു കോറായിട്ടുള്ളൊരു കാര്യമാണ് യേശുക്രിസ്തു തന്നെ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നു, Now the time has come for the Son of Man to enter his glory. ഇപ്പോൾ ഒരു സമയത്തെക്കുറിച്ച് പറയുന്നു. Here it talks about a time. എന്താണ് ഈ സമയം? So what is this time? ഈ പുതിയ നിയമസഭയിൽ യേശുക്രിസ്തു ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും അതാത് സമയത്താണ് ദൈവത്തിൻ്റെ ഒരു സമയം. In the New Testament times, we see that Jesus did everything according to God's own time. ഇന്ന് ഇന്ന് ഇംഗ്ലീഷ് വർഷിപ്പിലും അതിനെക്കുറിച്ചൊന്ന് തൊടുവാനായിട്ട് ഇടയായി. ദൈവത്തിനെല്ലാം ഒരു ടൈമുണ്ട്. ദൈവത്തിൻ്റെ ആ പെർഫെക്റ്റ് ടൈമിലെ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. God has a time for everything. He does everything in a perfect time. കഴിഞ്ഞ ദിവസം ലാസറിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ലാസറിൻ്റെ രോഗമായി കിടക്കുന്നു എന്ന് യേശുവിൻ്റെ അടുക്കൽ ആൾക്കാർ വന്ന് പറഞ്ഞപ്പോൾ യേശു അവിടെ 2 ദിവസം കൂടെ താമസിച്ചു. When people came and told that Lazarus was sick, Jesus stayed there for some more days. എന്തിനാ അവിടെ താമസിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയമായിട്ടില്ല. Because for Jesus it was not the time. അപ്പോൾ എല്ലാം സമയത്ത് ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. So God does everything in his own time. പക്ഷേ പലപ്പോഴും നമ്മുടെ സമയവും ദൈവത്തിൻ്റെ സമയവും തമ്മിൽ മാച്ചാകാത്തപ്പോഴാണ് നമുക്ക് ഈ ആദി കയറുന്നത്. Anxiety comes when our time and God's time doesn't match. നമുക്ക് പലതരത്തിലുള്ള നമ്മുടെ ടൈമുണ്ട്. നമ്മുടെ ടൈമെന്ന് നമ്മൾ ടൈമിനെ എങ്ങനെയൊക്കെയാണ് അളക്കുന്നത്? So how do we measure the time? അപ്പോൾ ഈ സമയം പലതരത്തിൽ നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. So we measure time in many ways. അപ്പോൾ വേറൊരു രീതിയിൽ നമ്മൾ മെഷർ ചെയ്യുന്ന നമ്മുടെ ഏജ്. We measure our age. അപ്പോൾ പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്, കർത്താവേ ഇത്രയും വയസ്സായിട്ടും ഞാൻ എങ്ങും എത്തിയില്ലല്ലോ. That even though I'm this old that I didn't do anything. നമ്മുടെ ഏജ് കഴിഞ്ഞു പോകുമ്പോൾ ഈ ഏജുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പറയും, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ അവിടെ എത്തി, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഇവിടെ എത്തി, എൻ്റെ കൂടെ വന്നവർക്കൊക്കെ ജോലിയായി, അവർക്ക് PR ആയി, കർത്താവേ ഞാൻ എങ്ങും എത്തിയില്ലല്ലോ. We compare ourselves with the people in our own age and say that we didn't reach anywhere. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് രീതിയിൽ നമ്മുടെ ടൈം മെഷർ ചെയ്യാറുണ്ട്. So in different ways we measure time. പക്ഷെ പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ ടൈം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല. But many times we are not able to understand God's time. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അവർ പറയുന്ന, യേശു തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. പരീശന്മാരോടും ന്യായശാസ്ത്രിമാരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കാലങ്ങളെ എന്തുകൊണ്ട് വിവേചിക്കുവാനായിട്ട് കഴിയുന്നില്ല. Jesus speaks to the Pharisees and the scribes in Matthew that why aren't you able to discern the times? അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ സമയത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. So in our life also time has importance. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്കൊക്കെ ഒരു ടൈമിംഗ് ഉണ്ട്. There's a timing for everything that takes place. അങ്ങനെ അതിനകത്ത് ദൈവത്തിന് അതിൻ്റെ പുറകിൽ ഒരു പ്ലാൻ ഉണ്ട്. And God has a plan behind that as well. ഞാൻ ഒരു ഉദാഹരണം നിങ്ങളെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. Luke chapter 1 verse 13. അവിടെ എലിസബത്തിനെ കുറിച്ച് പറയുന്നു, സക്കറിയ പുരോഹിതനെ കുറിച്ച് പറയുന്നു. There it talks about Elizabeth and Zechariah the priest. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 6 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ അവരെ കുറിച്ച് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണ്. There it's talking an introduction about them. ലൂക്കോസിന് അറിയാം ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ലെങ്കിൽ അവർ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരെ കുറിച്ച് മറ്റുള്ളവർ തെറ്റായി ധരിക്കും. Because if there's no introduction for them, people might misinterpret them. അവരെ കുറിച്ച് പറയുന്നു അവർ നീതിയുള്ളവരായിരുന്നു. It talks about them that they're righteous. അവർ റൈച്ചസ് ആയിരുന്നു, അവർ ബ്ലെയിംലെസ് ആയിരുന്നു, ദൈവത്തിന്റെ സകല കമാൻഡ്മെന്റ്സും അനുസരിക്കുന്നവരായിരുന്നു. That they've walked in all the commandments of God.
പക്ഷെ അവളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ട്. But there's a problem in their life എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് കുഞ്ഞുങ്ങളില്ല. that they don't have children. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു വിഷയമല്ലത്. It was not a thing that happened now. ഇന്നത്തെ കാലം പോലെ അല്ല അന്നത്തെ കാലം. കുഞ്ഞുങ്ങളില്ലാത്തത് അവരുടെ ജീവിതത്തിലെ ഒരു നിന്ദയാണ്. It is a shame on their life to not have children. അപ്പൊ എനിക്ക് തോന്നുന്നു സഭയിലുള്ള പലരും പറഞ്ഞു കാണും, ഈ സക്കറിയ പ്രവാചകൻ പുരോഹിതൻ ഈ പറയുന്നത് പോലൊന്നും അല്ല, പുള്ളിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പാപങ്ങളുണ്ട്, അതുകൊണ്ടാ കുഞ്ഞുങ്ങൾക്ക് കൊച്ചുങ്ങളുണ്ടാകാത്തതെന്ന്. So people might have thought that Zechariah the priest had many sins in his life, that's why they don't have children. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇനിയും ക്രമീകരിക്കപ്പെടാത്ത എന്തൊക്കെയോ ഉണ്ട്, അതുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ ഈ രോഗം പിന്തുടരുന്നതെന്ന്. That they have many things to be set right in their own lives. കാര്യം അവരെക്കുറിച്ച് പലതരത്തിലുള്ള ചിന്താഗതികളുള്ള ഒരു സമൂഹത്തിന്റെ നടുവിൽ അവർ ജീവിക്കുമ്പോൾ, ഇവിടെ ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് അവരെക്കുറിച്ച് പറയുന്നു, അവർ നീതിമാന്മാരായിരുന്നു, ദൈവത്തിന്റെ എല്ലാ ന്യായ പ്രമാണങ്ങളും അനുസരിക്കുന്നവരായിരുന്നു. But here Luke talks about them that they were righteous and they walked in all the commandments of God. ഇങ്ങനെ അവരുടെ പ്രാർത്ഥന എന്താണെന്നുള്ളതാണ് അവിടുത്തെ മുഖ്യമായ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. Here the important thing is to know what their prayer was. അവരൊരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. They were praying for a child. പക്ഷെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല. But they didn't receive an answer to their prayer. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചപ്പോൾ ഇവർക്ക് വളരെ പ്രായമായി. And they became very old. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ മതി. ഹല്ലേലൂയ. അതിനകത്ത് ഇംഗ്ലീഷിൽ ബൈബിളിൽ ഇങ്ങനെ വായിക്കാൻ പഠിക്കും, when the right time came God sent his son. ഹല്ലേലൂയ. when the right time came, when the right time came. അപ്പൊ ഈ യോഹന്നാന്റെ കാര്യത്തിൽ എന്താണ് ഇതുവരെ യോഹന്നാൻ ജനിക്കാതിരുന്നത്, അല്ലെങ്കിൽ എലിസബത്തിന്റെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് ഇതുവരെ മറുപടി ലഭിച്ചില്ല എന്ന് ചോദിച്ചാൽ, യേശു ജനിക്കുന്നതിന് മുമ്പിട്ട് വേണം യോഹന്നാൻ ജനിക്കുവാൻ. Elizabeth didn't have an answer to her prayer because John the Baptist was born before Jesus. നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ഹല്ലേലൂയ. ഇവിടെ നീതിയുള്ള ഇങ്ങനെ ഇവരങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ വിടുതൽ വേണം, വിടുതൽ വേണം, വിടുതൽ വേണം. പക്ഷെ അവരുടെ പ്രാർത്ഥനയ്ക്ക് അന്ന് ഒരു വിടുതൽ ലഭിച്ചായിരുന്നെങ്കിൽ യോഹന്നാൻ ജനിക്കത്തില്ലായിരുന്നു. വേറെ ഏതെങ്കിലും വല്ല അന്ത്രയോസോ ഹല്ലേലൂയ വേറെ വല്ലവരും ഒക്കെ ജനിച്ചേനെ. യോഹന്നാൻ ജനിക്കണമെങ്കിൽ അതിനൊരു സമയമുണ്ട്. There was a timing for Zechariah and Elizabeth's prayer to be answered. യോഹന്നാനെ കുറിച്ച് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ ഇവനേക്കാൾ വലിയവനില്ല. It talks about John the Baptist that he was the greatest prophet born to women. അങ്ങനെ ഒരു വ്യക്തി ജനിക്കണമെങ്കിൽ അതിനൊരു ടൈമുണ്ട്. If such a person has to be born, there's a time for that. നിങ്ങളുടെ ജീവിതത്തിൽ ചില വിഷയങ്ങളൊക്കെ നടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ, മറ്റുള്ളവരുടെ പലരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അതിന് ഉത്തരം ലഭിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ആത്മാവിൽ ഞാനൊന്ന് വിളിച്ചു പറയട്ടെ, നിങ്ങളൊരു ദൈവ വഴിയിൽ നടക്കുന്ന ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കേണ്ടതിന് ഒരു സമയമുണ്ട്. If you are the child of God, God has set a time for everything to happen in your life. ദൈവത്തിന്റെ ടൈമിൽ ആ കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. God will do it according to his time. നിങ്ങൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ മറ്റുള്ളവർ പറയും, ഇവന്റെ ജീവിതത്തിൽ എന്തോ കുറവുണ്ട്, അല്ലെങ്കിൽ ഇവന്റെ ജീവിതത്തിൽ എന്തോ കുഴപ്പമുണ്ട്, അതല്ലേ ഞങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് ലഭിച്ചത്, ഇവൻ എന്തുകൊണ്ട് ലഭിക്കാതിരിക്കുന്നു? ഹല്ലേലൂയ. ഞാൻ ഇന്ന് ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് നടക്കുന്നവനാണെങ്കിൽ, നീ ഓരോ സ്ഥലത്തും എത്തേണ്ടതിന് ദൈവത്തിനൊരു കൃത്യമായ ടൈമുണ്ട്. God has a time to reach you in your correct location. നിങ്ങൾ ഇന്ന് സെയിന്റ് ജോണിൽ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പെർഫെക്റ്റ് ടൈമിലായിരിക്കുന്നത്. It's in God's perfect time that you're here in this land. നാളെ നമ്മൾ ഹല്ലേലൂയ അടുത്ത ആഴ്ച നമ്മൾ അവിടെ സുവിശേഷം പറയുവാൻ പോകുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പെർഫെക്റ്റ് ടൈമിലാണ് നാം ആയിരിക്കുന്നത്. If you're going to preach the gospel there, it's in God's perfect time. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഈ കേൾക്കുന്ന മെസ്സേജ് തന്നെ ദൈവത്തിന്റെ പെർഫെക്റ്റ് It's ടൈമിലാണ്. in God's perfect time that you're receiving this message. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ടൈം. അവിടെ യേശു പറയാണ്, എൻ്റെ സമയം വന്നിരിക്കുന്നു ഗ്ലോറിഫൈ ചെയ്യാനായിട്ട്. Here Jesus says that my time has come to be glorified. എന്തുകൊണ്ട്? ഇതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞാൽ അതിനകത്ത് 20-ാമത്തെ വാക്യം തൊട്ട് പറഞ്ഞാൽ കുറച്ച് ഗ്രീക്കിലെ അച്ചായന്മാരെല്ലാം കൂടെ യേശുവിനെ അന്വേഷിച്ച് വരുന്ന ഒരു ഭാഗമാണിത്. എന്തുകൊണ്ട്? ലാസറിൻ്റെ ഉയർപ്പ് നടന്നു, അതിനുശേഷം പിന്നെ പെസഹ ഞായറാഴ്ച, ഇന്ന് പെസഹയാണല്ലോ, ഇന്ന് അല്ലേ?
ഓശാന ഞായറാഴ്ച ഇന്ന് എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഓശാനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ജനം മുഴുവനും യേശുവിൻ്റെ അടുക്കലേക്ക് ഓടിക്കൂടി. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വലിയൊരു കാര്യം നടന്നു, ലാസറിൻ്റെ ഉയർപ്പ്. ഹല്ലേലൂയ. കല്ലറയിലായിരുന്ന ലാസറിനെ ഉയർപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ജനം ഓടിക്കൂടി കഴിഞ്ഞപ്പോഴത്തെ ഗ്രീക്കിലെ കുറേ ആൾക്കാരെല്ലാം കൂടെ വന്നു. അവർ പറഞ്ഞു, ഈ പുള്ളി ഒരു നല്ല പുള്ളിയാണ്, കാര്യം പുള്ളിയെ നമുക്കങ്ങ് മശിഹ ആക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പം അവർ വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോഴാണ് യേശു അവരോട് പറയുന്ന കാര്യങ്ങളാണ് ഈ നമ്മളിപ്പോൾ ഇന്ന് വായിച്ചത്. Many people came to Jesus seeing the resurrection of Lazarus, and they came here to make him the Messiah. Praise God. Hallelujah. അപ്പോൾ യേശുവിനെ അന്വേഷിച്ച് യേശുവിനെ അവരുടെ ലീഡറാക്കാൻ വന്നവരോട് യേശു പറയുന്ന ഒരു കാര്യമാണ് നാം ഈ വായിച്ചത്. അവിടെ അതിൻ്റെ 24-ാമത്തെ വാക്യം, അതാണ് ഞാൻ ഇന്ന് എംഫസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. 24-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: I tell you the truth, unless the kernel of wheat is planted in the soil and dies, it remains alone. മലയാളത്തിലൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയേയിരിക്കും. നോക്കുക, ഇനി നമ്മളൊന്ന് ചിന്തിക്കണം. ഇവിടെ യേശുവിനെ മഹത്വീകരിക്കാനായിട്ട് വന്ന കുറച്ച് ആൾക്കാരോട് പറയുകയാണ്, എൻ്റെ പ്ലാൻ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഒരു ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ് ചാകുക എന്നുള്ളതാണ്. Here, to the people who came to glorify Jesus, Jesus tells them that God's plan for my life is like a wheat to die on the ground. Praise the Lord. അങ്ങനെ നിലത്ത് വീണ് ചാകുന്നെങ്കിൽ എന്ത് സംഭവിക്കും? വളരെ വിളവുണ്ടാകും. It will produce much grain when it dies. ഹല്ലേലൂയ. ഇതാണ് ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. That is the difference between the Old and New Testament. ഹല്ലേലൂയ. നമ്മൾ നിലത്ത് വീണ് ചാകാൻ തയ്യാറാണെങ്കിൽ മാത്രമേ വേറെ ഒരുവൻ ജനിക്കത്തുള്ളൂ. Only if we are able to die, then only another it will happen, produce. ഹല്ലേലൂയ. നമ്മളിവിടെ എത്ര ഉപവാസ പ്രാർത്ഥന നടന്നാലും വേറെ ഒരുത്തനും ജനിക്കത്തില്ല. Nothing will happen if we just fast here. അത് കാര്യം തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ചാകാൻ റെഡിയാകാതെ വണ്ണം വേറെ ആരും ജനിക്കത്തില്ല. ഹല്ലേലൂയ. യേശുക്രിസ്തു തന്നെ പറയാണ്, അതാണ് പുതിയ നിയമത്തിൻ്റെ വളരെ കോറായ ഒരു കാര്യം. That is a core thing of the New Testament, that unless we die, another thing won't be produced. അതാ പൗലോസും പറയുന്നത്, ഞങ്ങളുടെ മരണം നിങ്ങളുടെ ജീവന് കാരണമായി തീരുന്നു. That's why Paul says our death is resulting in your life. ചിലരൊക്കെ മരിക്കുന്നത് കൊണ്ടും ചിലരുടെയൊക്കെ സമയം വെറുതെ കളയുന്നത് കൊണ്ടുമാണല്ലോ നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടത്. Because some people died, that's why we became saved. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ രക്ഷിക്കപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത മനുഷ്യനായിരുന്നു. That I had no choice in my life to be saved. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലല്ല ഞാൻ വളർന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യം മോശമാണെന്നല്ല പറഞ്ഞത്. ഒരു പെൻറ്റക്കോസ്റ്റൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മീറ്റിങ്ങിലോ അങ്ങനെയുള്ള ഒരു വ്യക്തികളുമായിട്ടോ യാതൊരു സഹകരണവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതല്ല. We didn't have any connection with people in the Pentecostal. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ആരെങ്കിലും ഒക്കെ വന്നിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളെപ്പോലുള്ളവർ ചിലർ രക്ഷിക്കപ്പെടുവാനായിട്ടിടയായി. I believe that because some people came and cried and prayed, that's why we became saved. ഹല്ലേലൂയ. ആ കരഞ്ഞ് പ്രാർത്ഥിച്ചവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഞങ്ങളെ അറിയത്തില്ല, ഞങ്ങൾക്ക് അവരെയും അറിയത്തില്ല. പക്ഷെ ആരൊക്കെയോ മരിക്കാൻ റെഡി ആയതുകൊണ്ടാണ് നമ്മളിൽ പലരും ജീവിച്ചതെന്നുള്ള കാര്യം മറക്കരുത്. It is because some people were ready to die, that's why we are living. ഒരുപക്ഷെ നിങ്ങളുടെ ദേശത്ത് ആരെങ്കിലും വന്നിരുന്ന് കരഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലും വന്നിരുന്ന് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ രക്തബന്ധത്തിലുള്ളവർ ആരെങ്കിലും നിങ്ങളെ ഓർത്ത് കരയുന്നത് കൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് വിടുവിക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് കർത്താവിനെ ആരാധിക്കുന്നത്. We are saved and delivered and worshiping God because some people cried and prayed for us. ഹല്ലേലൂയ. യേശുവിനെ രാജാവാക്കാൻ വന്നവരോട് പറയുന്ന യേശുവിന് പറയാനുള്ളത് അതേ ഉള്ളൂ. ഞാൻ മരിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ വലിയൊരു കൂട്ടം നാളെ എണ്ണിക്കത്തുള്ളൂ. ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നെങ്കിൽ മാത്രമേ അതിനകത്തുനിന്നൊരു വിളവെടുപ്പ് ഉണ്ടാകത്തുള്ളൂ. That's why Jesus said to them that unless the wheat falls to the ground and dies, there will be a great production. Hallelujah. Praise God. അപ്പോൾ നമ്മൾ എങ്ങനെയാ ഈ പ്രയോജനമായി തീരുന്നത്? So how do we become productive? ഇപ്പം നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ കുടുംബ പാരമ്പര്യവും നമ്മുടെ ഭവനത്തിൻ്റെ കുടുംബ പേരും ഒക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്നാൽ ഒരു മനുഷ്യനും രക്ഷിക്കപ്പെടത്തില്ല. No person will be saved if you're thinking about our own background. ഹല്ലേലൂയ.
നാളെ സ്ട്രീറ്റ് മിനിസ്ട്രിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അയ്യേ, അതൊക്കെ നാണക്കേടുള്ളൂ, ഇവിടെ ഇരുന്ന് പ്രസംഗിച്ചാൽ പോരാ, എന്തിനാ അവിടെ പോയി പബ്ലിക്കായിട്ട് പ്രസംഗിക്കുന്നത്? You may be thinking about why we should go publicly and do this. ഒരാളോട് നമ്മൾ എന്താ സുവിശേഷം പറയാത്തത്? Why are we not telling the gospel to a person? അവരോട് സുവിശേഷം പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് അവരെന്ത് വിചാരിക്കും? That if we tell the gospel to them, what might they think about us? ഞാനിങ്ങനെ ഒരു മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ നല്ല ഇങ്ങനെ സെറ്റപ്പായിട്ടൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് സുവിശേഷം പറയുമ്പോൾ നമ്മളെ തന്നെ കുറയ്ക്കുമല്ലേ അവിടെ? We are reducing ourselves when we tell the gospel. അതുകൊണ്ടല്ലേ നമ്മൾ സുവിശേഷം പറയാത്തത്? That's why we are not telling the gospel. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഉടഞ്ഞെങ്കിൽ മാത്രമേ വേറെ ഒരുത്തൻ ജനിക്കത്തുള്ളൂ. Unless we are broken, another one won't be produced. നമ്മുടെ ഈഗോ തകർന്നെങ്കിൽ മാത്രമേ വേറെ ഒരുത്തൻ ജനിക്കത്തുള്ളൂ. Unless our ego is crushed, then only another person will be born. ഹല്ലേലൂയ. നമ്മുടെ ഈ ഭയം മാറത്തുള്ളൂ. Then only our fear will go. ഈ ഭയം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ലജ്ജയാണ്. നമ്മളിവിടെ പ്രസംഗിക്കുമ്പോഴൊക്കെ പറഞ്ഞ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് എനിക്ക് ലജ്ജ ഇല്ലെന്നൊക്കെ പറയുമെങ്കിലും സുവിശേഷം പറയാനുള്ള ലജ്ജ നിന്റെ മാറണമെങ്കിൽ നീ തകരണം. If it is a shame to preach the gospel has to move away, you have to be broken. ഹല്ലേലൂയ. നമ്മുടെ ഈഗോ ഒന്നും ഇതിന് സമ്മതിക്കത്തില്ല, നമ്മുടെ ജഡം സമ്മതിക്കത്തില്ല. നമ്മൾ വിചാരിക്കും, എടാ എനിക്കെന്താ കുഴപ്പം, എനിക്ക് നല്ല ജോലിയില്ലേ, എനിക്ക് നല്ല ശമ്പളമില്ലേ, അല്ലെങ്കിൽ എനിക്ക് നല്ല കുഞ്ഞുങ്ങളില്ലേ, അപ്പം ഞാൻ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ എന്തിനാ ഇനിയിപ്പം വേറെ ഒരുത്തൻ്റെ അടുത്ത് പോയി സുവിശേഷമൊക്കെ പറഞ്ഞ് അവൻ്റെ വായിരിക്കുന്നതൊക്കെ കേൾക്കുന്നേ? Our ego will not let us to preach the gospel because we are satisfied with our own comforts. ഇതാണ് നമ്മുടെ ചിന്തയെങ്കിൽ, if this is our mindset, നമ്മൾ കാരണം ഒരു മനുഷ്യനും ജനിക്കത്തില്ല. that through us no person will be born. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെ ചെന്ന് അങ്ങ് സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ കർത്താവ് ചോദിക്കുക, എടാ നിനക്ക് വേണ്ടി ഞാൻ എന്തിനാ മരിച്ചേ? Then when we reach heaven, Jesus will ask, why did I die for you? നിനക്ക് മരണം പോയിട്ടൊരു ചെറിയ വേദന പോലും എനിക്ക് വേണ്ടിയിട്ട് സഹിക്കാനായിട്ട് പറ്റിയില്ല. You are not able to suffer a bit pain for me. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ ഒരു മനുഷ്യനോട് എന്നെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നിന്റെ എന്തോ വില കുറയുമെന്നുള്ള ചിന്ത നിന്നെ ഭരിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് എന്തിനാ മരിച്ചേ? When there is a thought that we might be reduced when we speak the gospel, why did the Lord die for us? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ മരിച്ചെങ്കിലേ ദൈവമക്കളെ ഇവിടെ ആരെങ്കിലുമൊക്കെ വരത്തുള്ളൂ. Unless we are dead, then other people will come. പണ്ട് വർഷങ്ങൾക്ക് മുമ്പിട്ട് എനിക്ക് തോന്നുന്നു ബാബു ചെറിയൻ പാസ്റ്ററാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ താൻ പറഞ്ഞത്, പണ്ടൊരു മനുഷ്യൻ ഇങ്ങനെ ബസ് കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ KSRTC ബസ്സിനകത്തൊക്കെ കയറിയവർക്കറിയാം, ഇത് ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ആ സ്റ്റോപ്പിന് ഒന്നുമില്ലേ 100 കിലോമീറ്റർ അങ്ങേപ്പുറത്ത് കൊണ്ടുവയ്ക്കും. നമ്മൾ ഓടി അവിടെ ചെല്ലുമ്പോൾ അടുത്ത ബസ്, ഇതെല്ലാം കൂടെ ഒരുമിച്ചേ വരത്തുള്ളൂ, അടുത്ത ബസ് അങ്ങേപ്പുറത്ത് കൊണ്ടു നിർത്തും. രണ്ടിലും നമുക്ക് കയറാൻ പറ്റത്തില്ല. In the bus stop, and there it's hard to get the bus because it'll be moving away from many distance. ഞാനിങ്ങനെ കുറേ ഓടിയിട്ടുള്ളതാണ്. ഈ സാജൻ പാസ്റ്ററൊക്കെ പഠിച്ച അതേ അവിടെ ഞങ്ങൾ കൊട്ടിയത്തൊക്കെ പോയ സമയത്ത് ഇങ്ങനെ ഒരുപാട് ഓടിയിട്ടുണ്ട്. I've run after the buses. അപ്പോൾ ഇങ്ങനെ ഓടി നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഡ്രൈവറിന് മനസ്സലിവ് തോന്നി. ഡ്രൈവും പ്രത്യേകിച്ചും ഈ യൂണിഫോം ഉള്ളവനെ കണ്ടാൽ ഒട്ടും നിർത്തരുത്, കാര്യം അവൻ ST ആണല്ലോ. ഹല്ലേലൂയ. ST കൊച്ചുങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഈ അങ്ങനെ കരുണ തോന്നി ഒരുത്തൻ കൊണ്ട് നിർത്തി. So one driver became compassionate and stopped the bus. നിർത്തി നമ്മൾ അതിനകത്തൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എന്താ വേറൊരുത്തൻ കൈ കാണിക്കുന്നു. Then after that another person showed their hand. ഈ മനുഷ്യൻ അവിടെയും കൊണ്ട് നിർത്തി. The driver again stopped. അപ്പോൾ ആദ്യം കയറിയിരുന്നവൻ പറയാ, So the first person who got said, സൂപ്പർ സ്റ്റാർ സൂപ്പർ ഫാസ്റ്റ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഉള്ളിടത്തെല്ലാം നിർത്തിയേ പോകത്തുള്ളൂ. though the bus is super fast, it's stopping at every point. നമ്മൾ കയറിയിട്ട് പിന്നെ വേറെ ആരും കയറണ്ട. After we entered, we don't want others to enter. അതാകുമ്പോൾ നമുക്ക് ഇച്ചിരി വിശാലമായിട്ടൊക്കെ ഇരിക്കാം. So we can sit here. ബാഗ് എടുത്ത് അങ്ങേപ്പുറത്ത് വയ്ക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഈ ചിന്താഗതി മാറണം എന്നുള്ളതാണ് യേശു പറഞ്ഞത്. That's why Jesus said, so that our mindset will change. നീ ഇവിടെ വന്നത് മറ്റൊരുവന്റെ കാരുണ്യം കൊണ്ടാണ്, വേറൊരാൾ പേ ചെയ്തിട്ടാണ് നാം ഇവിടെ ഇരിക്കുന്നതെങ്കിൽ, if we are sitting here because someone else has paid for us, മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് പേ ചെയ്യുവാൻ നമ്മൾ റെഡി ആയിരിക്കണം. then we have to be ready to pay for someone else. ഹല്ലേലൂയ. എൻ്റെ രണ്ടാമത്തെ വാക്യം 24.
പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. He who loves his life will lose it. എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫിഷ് ആണെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ്. That means if we are selfish, our life will be lost. പിന്നെ നമുക്ക് ആരെക്കുറിച്ചാണ് സ്നേഹമുള്ളത്? നമ്മുടെ സ്നേഹം മുഴുവനും നമ്മുടെ ജോലിയും നമ്മുടെ പിള്ളേരും നമ്മുടെ മക്കളും, ഇനി കുറച്ചുകൂടെ കുറച്ചാൽ നമ്മുടെ സഭയും. Then our love will be for our own things. പ്രൈസ് ദി ലോർഡ്. പറയാണ്, ഇതിനെ സ്നേഹിക്കുന്നവൻ ഇതിനെ കളയും. That the one who loves his life will lose it. ഇത് എൻ്റെ തിയറി ഒന്നും അല്ല, യേശു ക്രിസ്തു പറഞ്ഞത്. നിങ്ങളുടെ നോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഏതാണ്ടൊക്കെ കൊണ്ടുവന്ന് പറയുന്നെന്നുള്ള രീതിയിലാണ്. എൻ്റെ തിയറി ഒന്നുമല്ല, വളരെ ക്ലിയർ ആയിട്ട് പറയാം, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്നേഹിച്ചാൽ നിങ്ങൾ അതിനെ കളയും. Here the Lord Jesus tells clearly that if you love your life, you will lose it. എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ പറഞ്ഞാൽ, ഈ ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ സ്നേഹിച്ച പലതും നമ്മളെ വിട്ടുപോകും. After many years, if we continue in this, we'll understand that those we loved will move away. ഒരിക്കലും വിട്ടുപോകാത്തത് കർത്താവാണ്. And the only one who doesn't move is the Lord. അവിടെ പറയാണ്, നിങ്ങളുടെ പ്രാണനെ നിങ്ങൾ സ്നേഹിക്കാതിരുന്നാൽ അതിനെ നിങ്ങൾ നേടും. That he says, if you don't love your life, you will earn it. ഹല്ലേലൂയ. നിങ്ങളുടെ ലൗഡായിട്ടുള്ള പലതിനെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കർത്താവിനെ സ്നേഹിച്ചാൽ, That if you move your loved ones away and love the Lord more, നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങൾ സ്നേഹം കിട്ടാതെ പോകത്തില്ല. in your old age you will receive love. നിങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന സമയങ്ങളും ദൈവത്തിന് വേണ്ടിയിട്ട് ഓടുന്ന സമയങ്ങളും ഒക്കെ തരുവാനായിട്ട് ദൈവം വിശ്വസ്തനായ ദൈവമാണ്. Those times you set apart for God, God will give it back to you. ഹല്ലേലൂയ. നിങ്ങളുടെ സമയങ്ങളെ ദൈവം നീട്ടി തരുന്ന ദൈവമാണ്. God will extend your time. നിങ്ങൾ വിശ്വസ്തരായിട്ട് ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമയങ്ങൾക്കെല്ലാം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. God will reward you for the faithfully for your setting apart of time. ഒരുപക്ഷെ പലപ്പോഴും ദൈവദാസന്മാർക്ക് പലർക്കും അവരുടെ കാര്യങ്ങൾ നോക്കുവാനായിട്ട് ചിലപ്പോൾ സമയമില്ലായിരിക്കാം. പക്ഷേ ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുവാനായിട്ട് ഇടയാകും. അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഈ ലോകത്തിൽ തരേണ്ട സ്നേഹങ്ങളൊക്കെ ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരും. That God will give you all the loves that you deserve in this world. Praise God. ഹല്ലേലൂയ. 26-ാമത്തെ വാക്യം കഴിഞ്ഞ ദിവസം നമ്മുടെ ഡാനിയൽ പാസ്റ്റർ ചോദ്യങ്ങളൊക്കെ ചോദിച്ച ഒരു വാക്യമാണ്. എനിവൺ ഹു വാണ്ട്സ് ടു സെർവ് മീ മസ്റ്റ് ഫോളോ മീ. അപ്പം കർത്താവിനെ ഫോളോ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? So what does it mean to follow the Lord? നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നവൻ എൻ്റെ അടുക്കലിരിക്കും. ഇതിനല്ലേ എഴുതിയിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും. ഹല്ലേലൂയ. കർത്താവ് എവിടെയായിരുന്നു ഈ ലോകത്തിൽ അവസാനമായിട്ട് ഇരുന്നത്? Where was the last place the Lord sat? ഹല്ലേലൂയ. ഇരിക്കുകയല്ലായിരുന്നു, ക്രൂശിച്ചിങ്ങനെ കിടക്കുകയായിരുന്നു. He was crucified. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിനെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്രൂശിൽ കയറുക എന്നുള്ളതാണ്. So to follow the Lord means to go on the cross. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താ പാസ്റ്റർ സൂയിസൈഡ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണോ പറയുന്നതെന്ന്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ കർത്താവിനെ ഫോളോ ചെയ്താൽ മതി, ക്രൂശി മറ്റുള്ളവരെല്ലാം കൂടെ നിങ്ങളെ കയറ്റിക്കോളും. That if you follow the Lord, you will automatically be crucified. അത് നമ്മൾ അതിന് തേടി നിങ്ങൾ പോകേണ്ട കാര്യമൊന്നുമില്ല. ക്രൂശ് വന്നോളും നമ്മൾ കർത്താവിനെ വാസ്തവമായിട്ട് ഫോളോ ചെയ്യുമ്പോൾ. You don't have to go after that. The cross will come if you follow him. നമുക്കിതുവരെ വരാഞ്ഞതിൻ്റെ കാര്യം നമ്മൾ ഇതുവരെ ഫോളോ ചെയ്യാൻ. The reason the cross is not coming is because we are not റിയൽ ആയിട്ട് കർത്താവിനെ ഫോളോ ചെയ്യുന്നവരുടെ ഒക്കെ ജീവിതത്തിൽ ഇത് പിന്തുടരും. If you really follow the Lord, the cross will be after us. ലോകം നിങ്ങൾക്ക് എതിരാകും. The world will be against you. സമൂഹം നിങ്ങൾക്ക് എതിരാകും. The society will be against വീട്ടിൽ you. തന്നെ നിങ്ങൾക്ക് എതിരാകും. Your own family will be against you. എല്ലായിടത്തുനിന്നും നിങ്ങൾ എതിരാകും. And everyone will be against you. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ദൈവത്തെ കർത്താവിനെ ഫോളോ ചെയ്യും. It's because you're following the Lord. ഹല്ലേലൂയ. അവന് മേഘനായിട്ട് ക്രൂശിൽ കിടന്നതാണ്. He was crucified alone. പക്ഷെ അവിടെ ഒന്നും നമ്മളെ വെറുതെ വിടാത്ത, നമ്മളെ ഏകനാക്കാത്ത ഒരു ദൈവം നമുക്കുണ്ട്. But our God will not let us go alone. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. He will be with us. ആരൊക്കെ നമ്മളെ തള്ളി പറഞ്ഞാലും അവൻ നമ്മളെ തള്ളി പറയാത്ത ദൈവം. If anyone forsakes us, God will not forsake ഹല്ലേലൂയ. us. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നിങ്ങൾ ഈ സർവ്വ ലോകത്തിലും പോയി സുവിശേഷം അറിയിക്കുവാനായിട്ട് അവൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. That is why after the great commission Jesus said, I'll be with you till the end of the age. നിങ്ങൾ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ മിനിസ്ട്രിയിലാണെങ്കിൽ എപ്പോഴും അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. If you're in the Lord's ministry, God is always with you. നിങ്ങൾ കർത്താവിൻ്റെ ടൈമിങ്ങിലാണെങ്കിൽ എപ്പോഴും അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. If you're in God's timing, God is always with you. ഹല്ലേലൂയ. ഞാൻ ഒരു ഉദാഹരണത്തോടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുക.
I would like to tell one more example. നിങ്ങൾ ഒരുപക്ഷെ ഇറാനിലെ ഒരു ഉണർവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. You might have heard of the revival in Iran. ഒരു ഏറ്റവും കൂടുതൽ വലിയ ചർച്ച് ഗ്രോത്ത് നടന്ന ഒരു സ്ഥലം ഇറാനാണ്. The place where the church growth is happening is in Iran. അവിടെ ഒരു മാസ് റിവൈവൽ നടന്നു. There is a mass revival taking place. നമ്മളൊക്കെ റിവൈവലിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരാ. We are praying for revival. അപ്പോൾ ആ റിവൈവലിന്റെ കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അവിടെ ഒരു 2 പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ അവിടെ ഒരു അദ്ദേഹത്തിൻ്റെ പേര് ദിബാജ്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു മീറ്റിംഗ് ആയിട്ട് താൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു. The reason for the revival was that there were 2 pastors there. അദ്ദേഹം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ നമ്മളെപ്പോലെ ഒരു ചെറിയ ഒരു കൂട്ടം അവിടെ വന്നു. They started a meeting and a small group of people came. ഇറാൻ ഒരു ഇസ്ലാമിക് കൺട്രിയാണ്. അവിടെ മീറ്റിംഗ് നടത്തുന്നത് ബൈ ലോ തെറ്റാണ്, ശരിയത്ത് ലോ ഫോളോ ചെയ്യുന്ന ഒരു കൺട്രിയാണ്. Since Iran is an Islamic country, to start a meeting is not legal. അപ്പോഴവിടെ ഈ പാസ്റ്ററിനെ ഇവർ പിടിച്ചു. So they threatened the pastor. അദ്ദേഹത്തിനെ ജയിലിലാക്കി. They put him in jail. അദ്ദേഹത്തിനെ ജയിലിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ചർച്ചിനെ എല്ലാം പല വഴിയിൽ പോയി. And the church was scattered. അപ്പോൾ അതിലൊരു സഹോദരൻ, അദ്ദേഹം പാസ്റ്റർ അല്ലായിരുന്നു. So a brother there who was not a pastor. പുള്ളിയുടെ പേരാണ് ഹൈക്ക്. His name was Haik. പുള്ളിക്ക് നല്ല ഇൻ്റർനാഷണൽ തലത്തിലൊക്കെ പുള്ളി പല മാഗസിൻസും ഒക്കെ എഴുതിയും അതിനകത്തൊക്കെ തനിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. He has many influence in writing magazines. അവിടെ നിന്ന് താൻ ഈ ദിബാജ് എന്നുള്ള പാസ്റ്ററിനെ കുറിച്ച് തൻ്റെ മാഗസിൻ വഴി ഇൻ്റർനാഷണൽ മീഡിയസിനെ എല്ലാം അറിയിച്ചു. And he wrote about the pastor in that. അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. ഈ ഇസ്ലാമിക് കൺട്രിയിൽ ഇങ്ങനെ ഒരു കാര്യം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പിട്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. So the people told him that before you publish this, you have to think about your own family and your children. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ദിബാജ് എന്ന് പറഞ്ഞ പാസ്റ്ററിനും 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. So he said that pastor also has 4 children. അദ്ദേഹം ജയിലിൽ കിടക്കുന്നു. And he is in jail. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ എങ്ങനെ അടങ്ങിയിരിക്കും? So how can I stand here? പ്രൈസ് ദി ലോർഡ്. ഈ ദിബാജിന് വേണ്ടിയിട്ട് പുള്ളി ശബ്ദം ഉയർത്തി, ഇൻ്റർനാഷണൽ മീഡിയാസ് ഒക്കെ ഇടപെട്ടു. ഈ ദിബാജ് എന്ന് പറയുന്ന പാസ്റ്ററിനെ അവിടുന്ന് ജയിലിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് ഇടയായി. And international medias came and the pastor was released. എന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഹെയ്ക്ക് എന്ന് പറയുന്ന പാസ്റ്ററിനെ അദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലിട്ടു. And then they arrested that brother. അദ്ദേഹത്തിനെ എക്സിക്യൂട്ട് ചെയ്തു. And they executed him. അദ്ദേഹത്തിൻ്റെ മരണം, ഈ ദിബാജ് എന്ന് പറയുന്ന ആ പാസ്റ്ററിൻ്റെ ഒരു മെസ്സേജ് ഞാൻ കേട്ടു. അദ്ദേഹത്തിൻ്റെ പറഞ്ഞ യേശു എനിക്ക് വേണ്ടി മരിച്ചതുപോലെ ഇത് എനിക്ക് വേണ്ടിയിട്ട് ഒരു പാസ്റ്റർ മരിച്ചു. He said that just as Jesus died for me, I also died for pastor. ഈ പാസ്റ്റർ തിരിച്ചു വന്നു, മീറ്റിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്തു, വീണ്ടും മീറ്റിംഗ് റെസ്യൂം ചെയ്തു. This pastor came and started a meeting again. ഇദ്ദേഹത്തിനെ പിടിച്ചു ജയിലിലാക്കി. And then they arrested him. രണ്ടാമത് അദ്ദേഹത്തിനെയും കൊന്നു. And they executed him also. അങ്ങനെ 2 പാസ്റ്റേഴ്സിനെ അവിടെ കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചർച്ച് സ്പ്രെഡ് ഔട്ട് ആയിട്ട് ഇവർ ഈ ഹോൾ വിട്ടിട്ട് ഭവനങ്ങളിൽ മീറ്റിംഗ് ആരംഭിച്ചു. So this church became spread out, and from the hall it became to the homes. അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവാൻ തുടങ്ങി. And it began to spread. അത് സ്പ്രെഡായിട്ട് വീട്ടിൽ വെച്ച് പല ഭവനങ്ങളിൽ വെച്ച് മീറ്റിംഗ് ആയതുകൊണ്ട് ഇവർക്ക് ആർക്കും ട്രാക്ക് ചെയ്യാൻ പറ്റാതായി. And because it was in many homes, they were not able to track them. കർത്താവിന്റെ സ്ട്രാറ്റജീസ് ഒക്കെ ഡിഫറെന്റ് ആണ്. The Lord's strategies are different. ദൈവത്തിന്റെ ടൈമിംഗ് ഡിഫറെന്റ് ആണ്. His timing is different. ആ ചർച്ച് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിട്ട് ആ രാജ്യത്തിൽ 21% അല്ലെങ്കിൽ ചർച്ച് ഗ്രോത്ത് സംഭവിച്ചത്. There 21% became church growth. ലോകത്ത് ഒരു രാജ്യത്തും സംഭവിക്കാത്തതുപോലെ റിവൈവൽ അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. Revival took place in that place, not seen like no other place. കാരണം 2 സിമ്പിൾ ആയിട്ടുള്ള പാസ്റ്റേഴ്സ് ആണ്. Because of 2 simple pastors. ഹല്ലേലൂയ. അവരുടെ കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് അവരുടെ ഹല്ലേലൂയ ഇന്ന് നാം വായിച്ചതുപോലെ ആ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുവാനായിട്ട് റെഡി ആയതുകൊണ്ട് അനേകർ അതിനകത്ത് നിന്ദിക്കുവാനായിട്ട് ഇടയായി. It was because of their commitment and their willingness to die. ഒരു രാജ്യത്തിനും ഒരു ഭരണാധികാരികൾക്കും പിടിച്ചു വെക്കുവാൻ കഴിയാതെ വണ്ണം റിവൈവൽ സ്റ്റാർട്ട് ചെയ്തു. The revival started such in a way that the country could not hold it. ദൈവം നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്ന ബുൾഡോസേഴ്സ് ആയിട്ടാണ്. God has called us as bulldozers. ഇവിടെ ചില ഹല്ലേലൂയ മതിലുകളൊക്കെ കെട്ടി, ചില ചട്ടക്കൂടുകളൊക്കെ കെട്ടി ചിലരൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനെയൊക്കെ ഇടിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. That God has called us to break apart all those walls. The people. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ദൈവവചനമാണ് നാം ഇന്ന് കേൾക്കുവാനായിട്ട് ഇടയായത്. We heard a very serious. നിങ്ങൾ നിങ്ങളുടെ ജീവനെ സ്നേഹിച്ചാൽ അതിനെ കളയും. If you love your life, you lose it. നിങ്ങൾ അതിനെ ക്രിസ്തുവിൻ കാരണം അതിനെ കളഞ്ഞാൽ നിങ്ങൾ അതിനെ നേടുവാനായിട്ട് ഇടയാകും. If you lose it for the sake of Christ, you will earn it. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ വലിയൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ്, വലിയൊരു ബിഗർ പിക്ചറിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ God has called us വിളിച്ചിരിക്കുന്നത്. for that bigger picture.
ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഇന്നൊരു തീരുമാനമെടുക്കുക, കർത്താവേ ഞാൻ മരിക്കാൻ റെഡിയാണ്. You have to take a decision that I'm ready to എൻ്റെ die. അനുഗ്രഹങ്ങളോ എൻ്റെ ജീവിതമോ എൻ്റെ ജോലിയോ എൻ്റെ കുഞ്ഞുങ്ങളോ ഇതൊന്നും അല്ല എൻ്റെ ഇനിയത്തെ പ്രയോറിറ്റി. അതിലും അപ്പുറമായിട്ട് കർത്താവേ ഞാൻ മരിക്കാൻ റെഡിയാണ്. ചിലരെയൊക്കെ ദൈവം ഒന്ന് എണ്ണീപ്പിക്കണമേ. My priority should not be my life, but that I may die and others may raise up. ഹല്ലേലൂയ. കോസ്റ്റ് കൊടുക്കാതെ എങ്ങും റിവൈവൽ ഉണ്ടായിട്ടില്ല. If you don't give a cost, the revival will not be. ഇന്നത്തെ ചോദ്യം, നീ വില കൊടുക്കാൻ റെഡിയാണോ? Are you ready to give a price? നിന്റെ ഭവനത്തിൽ നീ വില കൊടുക്കാൻ റെഡിയാണോ? Are you ready to pay price? നിന്റെ ദൈവസഭയിൽ നീ വില കൊടുക്കാൻ Are റെഡിയാണോ? you ready to give a church as a price? അവിടെയാണ് റിവൈവൽ ഉണ്ടാകുന്ന That is where the സഹോദരങ്ങളെ. revival happens. ഹല്ലേലൂയ. എന്തുകൊണ്ടോ ഹല്ലേലൂയ, ഈ സുവിശേഷം ഈ പടരണമെങ്കിൽ പൈസയ്ക്ക് പറ്റത്തില്ല. ആരൊക്കെയോ ചിന്തിച്ചിട്ടുണ്ട് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമുക്ക് സുവിശേഷം എല്ലായിടവും എത്തിക്കാമെന്ന്. If you have the money, the gospel will not spread. ഇത് ബ്ലഡിൽ തുടങ്ങിയതാ. ഇതിന് രക്തം തന്നെ വേണം. ഹല്ലേലൂയ. രക്തമില്ലാതെ ഹല്ലേലൂയ സുവിശേഷം ഹല്ലേലൂയ എങ്ങും എത്തത്തില്ല. നീ ചാകുവാൻ റെഡിയാണെങ്കിൽ ദൈവം പലരെയും ഇതിനകത്ത് നിണ്ണിപ്പിക്കുവാനായിട്ട് If you are ഇടയാകും. ready to die, God will raise up many people from here. ഹല്ലേലൂയ. ഇത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. It is a hard thing. ഇത് പ്രസംഗിക്കാൻ എളുപ്പമായിരിക്കാം, പക്ഷേ ഇച്ചിരി പാടുള്ള കാര്യമാണ്. It's easy to preach, but it's a hard thing. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന് വേണ്ട ആ ഒരു കമ്മിറ്റ്മെന്റ്. God wants that commitment. പ്രൈസ് ഗോഡ്. എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ദൈവത്തിന് ആവശ്യമുള്ളത് ആ ഒരു കമ്മിറ്റ്മെന്റ്. God wants that commitment from each and every one of us. ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങൾ വന്നാൽ ഒരു ശക്തിക്കും തടയുവാനായിട്ട് കഴിയത്തില്ല റിവൈവൽ. If you come to that commitment, no one will be able to block the revival. കാര്യം ഇത് ദൈവവചനത്തിന്റെ പ്രിൻസിപ്പിളാണ്. Because it is a principle of the word of God. ഒരുവൻ മരിച്ചാൽ അവനിൽ നിന്ന് അനേകർ ജീവിക്കുമെന്നുള്ളത് ദൈവവചനത്തിന്റെ പ്രിൻസിപ്പിളാണ്. That is a principle of the word of God, that a person നിങ്ങളുടെ dies. വിദ്യാഭ്യാസമൊന്നും ദൈവത്തിനൊരു പ്രശ്നമല്ല. God doesn't care about your education. നിങ്ങളുടെ വാക്ചാതുര്യം ദൈവത്തിനൊരു പ്രശ്നമല്ല. He doesn't care about your eloquence. നിന്റെ ഈഗോ ഒന്ന് മാറ്റിവെച്ചാൽ അനേകർ ജീവിക്കുവാനായിട്ട് ഇടയാകും. If you move your ego, other people will live. ഹല്ലേലൂയ. നിന്റെ അല്പം ഹല്ലേലൂയ ഗമയൊന്ന് മാറ്റിവെച്ചാൽ പലരും സുവിശേഷം കേൾക്കുവാനായിട്ട് If you ഇടയാകും. move away your pride, people will hear your gospel. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? Let someone else before God. ഹല്ലേലൂയ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് എണ്ണീക്കാം. Stand before the presence of God. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.